ഈ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതായിരുന്നല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. തെരുവിലിറങ്ങാൻ പോവാണ് മമതാ ബാനർജി. കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളത്തിൽ സർക്കാർ. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് നീക്കം. അപ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പോകുന്നു. ഇവിടെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ കോടതിയിൽ പോകാൻ പോകുന്നു. കേരളത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കാൻ നാളെ സർവകക്ഷി യോഗം ചേരും. ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്യൂമറേഷൻ ഫോമുകളുമായി ഇന്ന് മുതൽ ഗൃഹസന്ദർശനം തുടങ്ങും. ഡിസംബർ 9-നാണ് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുക. ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് കൈകോർത്താണ് കേരളത്തിൽ കോടതിയിലേക്ക് പോകാൻ പോകുന്നത്. കൽക്കത്തയിൽ മമതാ ബാനർജി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. SIR-ന്റെ പേരിലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡിസംബർ 9-ന് മുമ്പൊക്കെ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങണം. BLO-മാർ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചു. അവർക്ക് പിടിപ്പത് പണിയാണ്. അവർക്കത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക വരും. അതെല്ലാം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണല്ലോ ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പോകുന്നത്. എല്ലാം കൂടി ആകെ കുളമാവോ ടി വി പ്രസാദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. മൊത്തം കുളമാകുന്ന ലക്ഷണമാണ്. SIR-നെ സംബന്ധിച്ച് അരുൺ പറഞ്ഞതുപോലെ BLO-മാർക്കൊക്കെ വലിയ ആശങ്കയാണ്. പക്ഷേ അതിനെതിരെ അതിശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ എന്നുള്ളതാണ്. നമുക്കറിയാം, വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലെ ആദ്യ ഭാഗം ഇതിനെക്കുറിച്ചായിരുന്നു. SIR-ലെ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അന്നാണ് പറഞ്ഞത് നവംബർ 5-ാം തീയതി സംയുക്ത യോഗം, സർവകക്ഷി യോഗം നടക്കും എന്നുള്ളത്. അത് നാളെയാണ്, നവംബർ 5 ബുധനാഴ്ച നാളെയാണ് സർവകക്ഷി യോഗം നടത്തുന്നത്. പ്രതിപക്ഷം എതിരാണ്. പ്രതിപക്ഷം എന്നാൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും SIR-ന് എതിരാണ്. ഇതിലുള്ള ഗുരുതരമായ സാഹചര്യം 2002-ന് ശേഷം വോട്ടർ ലിസ്റ്റിൽ പേര് ചേർന്ന എല്ലാവരും അവരുടെ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഹാജരാക്കാത്തവർ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. അവരുടെ വോട്ട് നഷ്ടപ്പെടും. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നത്. ഈ ഡിസംബറിൽ തന്നെ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കാനാണ് നീക്കം. ഫെബ്രുവരിയോടുകൂടി അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷത്തെ കൂടി, കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി സർവകക്ഷി യോഗം വിളിച്ചു ചേർന്നുകൊണ്ട് നിയമപരമായ നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. കേരള സർക്കാരിൽ ഇതേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അത് മാർച്ചിൽ അനൗൺസ് ചെയ്യും സ്വാഭാവികമായി, ഏപ്രിലോടുകൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് നടന്നു പോകുന്നത്. അങ്ങനെ ഏറ്റവും വേഗം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് കേരളത്തിലെ ആയിരിക്കും. ബീഹാർ കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇവിടെ എല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം വലിയ ആശങ്കയിലാണ്. അതിനിടയിലാണ് നിയമപരമായ നീക്കം സർക്കാർ പ്രതിപക്ഷവുമായി ചേർന്നുകൊണ്ട് നടത്തുന്നത്. പക്ഷേ BJP കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് SIR-നെ കേരളത്തിലും വരും. ഓക്കെ, ടി വി പ്രസാദ്, തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴേ എനിക്ക് ഡൽഹിയിൽ 2 തലസ്ഥാനത്താണല്ലോ നമ്മൾ 2 ഘടാഘടിയന്മാരായിട്ടുള്ള റീജിയണൽ ഹിറ്റ്സുകാർ നിൽക്കുന്നത്. ഒരാൾ പിയാസുണ്ട് നിൽക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ്. മാസ്കൊക്കെ ധരിച്ച് വളരെ ബുദ്ധിമുട്ടി, ഈ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ടി വി പ്രസാദ് ഈ ലക്ഷറി നിൽക്കുന്നത്. ടി വി പ്രസാദ്, നമ്മുടെ നാട്ടിൽ ജനിച്ചതൊക്കെ എത്രയോ ഭാഗ്യമെന്ന് നമ്മൾ കരുതുന്ന ഒരു നിമിഷമാണല്ലേ. എത്ര സുന്ദരമായ സ്ഥലം അല്ലേ. പ്രകൃതിയുടെ ആ കവടിയാറിലൂടെയൊക്കെ, ക്ഷമിക്കണം, ഈ കനകക്കുന്നിലൂടെയൊക്കെ ഒരു റൗണ്ട് നടന്നു വരുമ്പോഴേക്ക് ഒരു പ്രത്യേകമായിട്ട് റീചാർജ് ചെയ്തൊരു ഫീലാണ് അല്ലേ. ടി വി പ്രസാദ് ഇടയ്ക്ക് നടക്കാൻ പോകാറുണ്ടായിരുന്നല്ലോ. ഇപ്പം നടക്കാൻ പോകാൻ സമയമൊന്നും കിട്ടുന്നില്ലേ? അതെ അരുൺ, നടക്കാമോന്നും നടക്കുന്നില്ല. അരുൺ, 2019 ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. PR സുനിലിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് സുനിലിനോട് ചോദിച്ചാൽ സുനിലിന് അല്പം മനസ്സിലാവില്ല. എല്ലാ കൊല്ലവും അത് പിന്നെ അനുഭവിക്കുന്നുണ്ട്. അതായത് ഒരു എരിവ് കയറും അരുൺ ശരിക്കും. അതായത് ആ ഒരു മോശം അന്തരീക്ഷം ആവുന്ന സമയത്ത് ഒരു മൂക്കിൻ്റെ ഉള്ളിൽ ഒരു എരിവില്ലേ ശരിക്കും, ഒരു എരിവ് കയറുന്ന ഫീലിംഗ് ആണ് ഉണ്ടാവുക ശരിക്കും. അതായത് മാസ്ക് ഇട്ടാലൊന്നും ഒന്നും ഉണ്ടാവില്ല. എന്തോ ഒരു എരിവ് കയറുന്ന ഒരു ഫീലാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു ഭീകരതയായിരിക്കണം ഒരു പക്ഷേ. ഇവിടെ ആകുമ്പോൾ ഭയങ്കര സുഖമല്ലേ തിരുവനന്തപുരത്ത്. അതാണ് ഒരു ആശ്വാസമാണ്. അപ്പോൾ പ്രിയപ്പെട്ട താങ്ക് യു ടി വി പ്രസാദ്.